ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ 2 ദിവസം നല്ല സൂപ്പറായിട്ടുള്ള പനിയായിരുന്നു. അതുകൊണ്ട് സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. കാരണം അതിനകത്തൊന്നും വെക്കാറും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് എന്തായാലും കിച്ചണിലൊക്കെ കയറി സജീവമായിട്ട് വർക്കൊക്കെ ചെയ്യാണ്. അപ്പോൾ പനിയൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പിന്നെ ഏത് കൊലകൊമ്പം പനിയാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ അമ്മമാർക്ക് മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതതിൻ്റെ പാട്ടിലങ്ങ് നടന്നോളും എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ രാവിലെ കിച്ചണിൽ കയറി അരി അടുപ്പത്തിട്ടു. പിന്നെ എന്താ പറയുക, കൊച്ചിനുള്ള ചൂടുവെള്ളം സ്കൂളിൽ കൊടുക്കാനായിട്ടുള്ളതൊക്കെ വെച്ചു. ഇപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് തൊണ്ടയ്ക്ക് ഇച്ചിരി ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അത്രയ്ക്കുള്ള സഹകരണം മാത്രമേ പനിയോടും എനിക്കുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല. കാരണം തലേന്ന് ഉണ്ടാക്കിയ ഇടിയപ്പം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കൂടുതൽ എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട് ഡിന്നറിന് ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതിനുള്ള കറിയുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചിനാണെങ്കിലും പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുക്കാനും പിന്നെ രാവിലെ കഴിക്കാനും. പിന്നെ പാലൊക്കെ തിളപ്പിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് പനിച്ച് കിടക്കുമ്പോൾ നമുക്ക് ഓരോരോ കൊതികൾ കാണുമല്ലോ. അപ്പോൾ എനിക്ക് നല്ല കൊതിയായിരുന്നു പനിച്ചിരിക്കുമ്പം നല്ല ചൂട് ചോറും അതിലേക്ക് കുറച്ച് തേങ്ങാ ചമ്മന്തി ഇങ്ങനെ കുഴച്ച് അതിലേക്ക് എന്തെങ്കിലും ഒരു ഫ്രൈ ആയിട്ടുള്ള ഐറ്റം കഴിക്കാൻ. എന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ, വെണ്ടയ്ക്ക ഫ്രൈ, അങ്ങനെ തോരനല്ലാത്തത് എന്തെങ്കിലും കൂട്ടി ചോറ് വയ്ക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ ഞാൻ കോവയ്ക്കാണ് ഇന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിനിടയ്ക്ക് കുഞ്ഞിനുള്ള പാലുണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാ ചമ്മന്തി, അടിപൊളി ചമ്മന്തി റെഡിയായി. പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള പുളിശ്ശേരി അല്ല ഉണ്ടാക്കുന്നത്. കാരണം ഒന്നാമതേ അത് കുറേ ക്വാണ്ടിറ്റി ആവും, പിന്നെ അത് പെട്ടെന്ന് ചീത്തയാവും ചെയ്യും. അല്ലാതെ വെറുതെ തൈര് ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ വിസ്ക് ചെയ്തിട്ടോ പിന്നെ അതിലേക്ക് താളിച്ച് ഒഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും. അപ്പം വെറുതെ ഈ ചോറും കുറച്ച് പുളിശ്ശേരിയും ഈ ചമ്മന്തിയും കുറച്ച് അച്ചാറും തന്നെ മതി. സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ഇതേ കോവയ്ക്കൊക്കെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കുന്നത്. എങ്ങനെയാവും അറിയത്തില്ല, പക്ഷെ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ അതേ കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ കുക്കറിലേക്ക് വെക്കുകയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ ഒരു സൈഡ് കോവയ്ക്ക ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാൻ കേക്കിൻ്റെ മിക്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ടയൊക്കെ ബോയിൽ ചെയ്ത ശേഷം ഞാൻ ആ അടുപ്പിൽ തന്നെ കുറച്ച് ചായക്ക് വെള്ളം വെച്ചു. എന്തുമാത്രം പണിയല്ലേ നമ്മളിങ്ങനെ ചെയ്ത് തീർക്കുന്നത്. രാവിലെ ഇങ്ങനെ കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ തുണിയൊക്കെ വിരിക്കാൻ പോയി. പിന്നെ വെള്ളമൊക്കെ മോട്ടർ അടിച്ച് നിറച്ചു. അങ്ങനെ ഒരുപാട് പണി സൈഡിൽ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് ഇട്ടപ്പോഴത്തേക്ക് ഏകദേശം കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ കോവയ്ക്ക ഫ്രൈ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്തു. കാര്യം പറഞ്ഞാൽ പനിയൊക്കെ വന്ന് റെസ്റ്റൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഇങ്ങനെ ആക്റ്റീവായിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖം അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.